ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വനിതകൾ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും സാമൂഹിക വികസനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികസനം അനിവാര്യമാണെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർഷകരുടെ വരുമാന വർധന ലക്ഷ്യമിട്ട് 13,966 കോടി രൂപയുടെ 7 പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ബ്രൂണെ, സിംഗപ്പൂർ സന്ദർശനത്തിന് നാളെ തുടക്കം. പോലീസ് സേനയുമായി ബന്ധപ്പെട്ട PV അൻവർ MLAയുടെ ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവാദത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ. ആന്ധ്രയിലും തെലങ്കാനയിലും കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. മഹാരാഷ്ട്രയിലും മഴക്കെടുതി രൂക്ഷം. പാരാലിമ്പിക്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ നിതേഷ് കുമാറിന് സ്വർണം. ഡിസ്കസ് ത്രോയിൽ യോഗേഷ് കത്തൂനിയയ്ക്ക് വെള്ളി. വാർത്തകൾ വിശദമായി. സമൂഹത്തിന്റെ സംയോജിത വികസനത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികസനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വനിതകൾ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അവരെ അവഗണിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനും വളർച്ച കൈവരിക്കാനാകില്ലെന്നും രാഷ്ട്രപതി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ ശ്രീ വാരണ വനിതാ സഹകരണ സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണ സ്ഥാപനങ്ങൾ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായും ശ്രീമതി മുർമു പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി മഹാരാഷ്ട്രയിലെത്തിയ രാഷ്ട്രപതിക്ക് ഗവർണർ CP രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. പൂനെയിലെ സിംബയോസിസ് കൽപ്പിത സർവകലാശാലയുടെ 21ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി നാളെ പങ്കെടുക്കും. മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൌൺസിൽ ശതാബ്ദി ആഘോഷങ്ങളിലും ശ്രീമതി മുർമു പങ്കെടുക്കും. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതും ലക്ഷ്യമിട്ട് 13,966 കോടി രൂപയുടെ 7 പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. കൃഷിയുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കൽ, കാർഷിക ഗവേഷണം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയവ ഉറപ്പുവരുത്തുന്ന വിവിധ പദ്ധതികൾക്കാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. വിശദാംശങ്ങളിലേക്ക്. കാർഷിക മേഖലയിലെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 2,817 കോടി രൂപയുടെ ഡിജിറ്റൽ കാർഷിക ദൌത്യം ആരംഭിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. ഭക്ഷ്യ പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കുന്നതിന് 3,979 കോടി രൂപയുടെ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. ഭക്ഷ്യവിളകളുടെ ജനിതക ശേഷി വർധന, കാർഷിക ഗവേഷണം തുടങ്ങി 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. കാർഷിക വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താൻ 2,291 കോടി രൂപയുടെ പദ്ധതിക്കും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കന്നുകാലി ആരോഗ്യ സംരക്ഷണം, ഉൽപാദനം, ഹോർട്ടിക്കൾച്ചർ വികസനം എന്നിവയ്ക്കായി 1,702 കോടി രൂപയുടെ പദ്ധതിയും നടപ്പാക്കും. 1,202 കോടി രൂപ ചെലവിൽ കൃഷി വിജ്ഞാന കേന്ദ്രവും 1,115 കോടി രൂപ ചെലവിൽ പ്രകൃതി വിഭവ പരിപാലന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്താനും കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. മുംബൈക്കും ഇൻഡോറിനും ഇടയിൽ പുതിയ റെയിൽവേ ലൈനിനും മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഗുജറാത്തിലെ സാനന്ദിൽ അർദ്ധചാലക യൂണിറ്റ് സ്ഥാപിക്കാനുള്ള കെയ്ൻസ് സെമികൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നിർദ്ദേശത്തിനും അംഗീകാരമായി. 3,300 കോടി രൂപ മുതൽ മുടക്കിലാണ് യൂണിറ്റ് സ്ഥാപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ബ്രൂണെ, സിംഗപ്പൂർ സന്ദർശനത്തിന് നാളെ തുടക്കം. ഇന്ത്യയും ബ്രൂണയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണയെ സന്ദർശിക്കുന്നത്. ഈ മാസം 4-5 തീയതികളിൽ അദ്ദേഹം സിംഗപ്പൂരും സന്ദർശിക്കും. BJP അംഗത്വ ക്യാമ്പയിന് മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് തുടക്കം കുറിച്ചു. പാർട്ടി അധ്യക്ഷൻ JP നദ്ദയിൽ നിന്നും ശ്രീ നരേന്ദ്രമോദി അംഗത്വം പുതുക്കി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയാണ് ക്യാമ്പയിൻ തുടങ്ങിയത്. ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് ശ്രീ മോദി ചടങ്ങിൽ പറഞ്ഞു. BJP ദേശീയ പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ, മുതിർന്ന നേതാക്കളായ അമിത് ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ മാസം 25 വരെയാണ് ക്യാമ്പയിന്റെ ആദ്യഘട്ടം. പോലീസ് സേനയുമായി ബന്ധപ്പെട്ട PV അൻവർ MLAയുടെ ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസ് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കിയേക്കും. രാവിലെ മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ആരോപണ വിധേയനായ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി S സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു.
PV അൻവർ MLAയുമായി സുജിത് ദാസ് നടത്തിയ വിവാദ ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. അന്വേഷണം CBIക്ക് കൈമാറണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പിണറായി സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വിമർശനം ഉന്നയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സെപ്റ്റംബർ 5 മുതൽ 14 വരെയാണ് മേള. 13 ഇനം അവശ്യ സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. കൺസ്യൂമർ ഫെഡ് ഓണം വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. സെപ്റ്റംബർ 7 മുതൽ 14 വരെയാണ് ഓണം വിപണികൾ പ്രവർത്തിക്കുക. നവീന സൌകര്യങ്ങളോടെ വയനാട് വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകൾ പുനർനിർമ്മിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ട സ്കൂൾ കെട്ടിടങ്ങളും കളിസ്ഥലങ്ങളും ദുരിതാശ്വാസ പാക്കേജിൽ ഉൾപ്പെടുത്തി വീണ്ടെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പുനഃപ്രവേശനോത്സവം മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജമ്മുവിലെ സുൻജ്വാൽ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു. സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു. പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. സ്നൈപ്പർ പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണമാകാം ഉണ്ടായതെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. തെലങ്കാനയിൽ കനത്ത മഴയിൽ നിരവധി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. സംസ്ഥാനത്ത് 16 പേർ മഴക്കെടുതികളിൽ മരിച്ചതായാണ് റിപ്പോർട്ട്. ദുരിതബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. റോഡ് ഗതാഗതത്തെയും 400ഓളം ട്രെയിൻ സർവീസുകളെയും മഴ സാരമായി ബാധിച്ചു. വിജയവാഡയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു സന്ദർശിച്ചു. കൃഷ്ണലങ്ക, ഇബ്രാഹിം പട്ടണം, ഫെറി, ജുപുടി, മൂലപ്പാട് തുടങ്ങി വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച മേഖലകളാണ് അദ്ദേഹം സന്ദർശിച്ചത്. മേഖലയിൽ 126 അംഗ NDRF സംഘം രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മഹാരാഷ്ട്രയിലും കനത്ത മഴ മറാത്തവാഡ മേഖലയിൽ ജനജീവിതം ദുരിതത്തിലാക്കി. പർഭാനി, നന്ദേഡ്, ബീഡ് ജില്ലകളിൽ കടുത്ത ദുരിതമാണ് മഴയെ തുടർന്ന് അനുഭവപ്പെടുന്നത്. പാരാലിമ്പിക്സ് 5ാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണ മെഡൽ നേട്ടം. പുരുഷ സിംഗിൾസ് SL3 ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ നിതേഷ് കുമാറാണ് സ്വർണം നേടിയത്. ഇതോടെ 2 സ്വർണവും 3 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ മെഡൽ നില 9ആയി. പാരീസ് പാരാലിമ്പിക്സിന്റെ 5ാം ദിവസം പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോയിൽ ഇന്ത്യയുടെ യോഗേഷ് കത്തുനിയ വെള്ളി മെഡൽ നേടി. വനിതാ സിംഗിൾസ് SU5 ബാഡ്മിന്റണിൽ ഫൈനലിലെത്തിയ തുളസിമതി മുരുകേശൻ ഇന്ത്യയ്ക്കായി 1 മെഡൽ കൂടി ഉറപ്പിച്ചിട്ടുണ്ട്. പാരാഷൂട്ടിംഗിൽ നിഹാൽ സിംഗും അമീർ അഹമ്മദ് ഭട്ടും P3 മിക്സഡ് 25 മീറ്റർ പിസ്റ്റൾ SA1 മത്സരത്തിൽ ഇന്നിറങ്ങും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 194 പോയിന്റ് ഉയർന്ന് 82,559ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 37 പോയിന്റ് നേട്ടത്തിൽ 25,273ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 25 രൂപ താഴ്ന്ന് 6,670 രൂപയും പവന് 200 രൂപ കുറഞ്ഞ് 53,360 രൂപയുമാണ് ഇന്നത്തെ വില. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ സമരം ചെയ്യുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സമിതിക്ക് സുപ്രീം കോടതി രൂപം നൽകി. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് നവാബ് സിംഗ് അധ്യക്ഷനായ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കമ്മിറ്റിയുടെ ആദ്യ യോഗം ഒരാഴ്ചയ്ക്കകം നടത്താനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ശംഭു അതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡുകൾ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഹരിയാന സർക്കാരിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. ജമ്മു കാശ്മീരിൽ പാഞ്ചി ഹെലിപാഡിന് സമീപം മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഇന്ന് ഉച്ചയോടെയുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം. വനിതകളായ തീർത്ഥാടകരാണ് മരണമടഞ്ഞത്. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതകൾ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും സാമൂഹിക വികസനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികസനം അനിവാര്യമാണെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർഷകരുടെ വരുമാന വർധന ലക്ഷ്യമിട്ട് 13,966 കോടി രൂപയുടെ 7 പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ബ്രൂണെ സിംഗപ്പൂർ സന്ദർശനത്തിന് നാളെ തുടക്കം. പോലീസ് സേനയുമായി ബന്ധപ്പെട്ട PV അൻവർ MLAയുടെ ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവാദത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ. ആന്ധ്രയിലും തെലങ്കാനയിലും കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. മഹാരാഷ്ട്രയിലും മഴക്കെടുതി രൂക്ഷം.
പാരാലിമ്പിക്സ് പുരുഷ സിംഗിൾസ് SL3 ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ നിതീഷ് കുമാറിന് സ്വർണം. ഡിസ്കസ് ത്രോയിൽ യോഗേഷ് കത്തൂനിയയ്ക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.